രാജ്യാന്തരത്തിലേക്ക് സ്വാഗതം. ഞാൻ ദേവിക ബൈജു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. 76ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിനൊരുങ്ങി രാജ്യം. ഡൽഹിയിൽ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവ് സുബിയോന്തോ മുഖ്യാതിഥി. കർത്തവ്യപഥത്തിൽ നടക്കുന്ന ട്രംപിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നുഴഞ്ഞു കയറി ഖലിസ്ഥാൻ ഭീകരൻ. ചടങ്ങിൽ ഖലിസ്ഥാൻ മുദ്രാവാക്യം വിളിച്ച ഗുർപന്ത് സിംഗ് പന്നുൻ. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പന്നുൻ എത്തിയത് ടിക്കറ്റ് നേടി. മഹാരാഷ്ട്രയിൽ ട്രെയിനിടിച്ച് 8 മരണം. അപകടം ജൽഗാവ് ജില്ലയിൽ. കർണാടക എക്സ്പ്രസ് ട്രെയിൻ ഇടിച്ചത് പുഷ്പക് എക്സ്പ്രസിലെ യാത്രക്കാർ ട്രാക്കിൽ നിൽക്കവേ. മഹാകുംഭ നഗരിയിൽ ഉത്തർപ്രദേശ് മന്ത്രിസഭയുടെ പ്രത്യേക യോഗം. നിരവധി വികസന പദ്ധതികൾ പ്രഖ്യാപിച്ച് യോഗി ആദിത്യനാഥ്. 15,000 കോടി രൂപയുടെ കുടുംബ സ്വത്തുക്കൾ സൈഫ് അലി ഖാന് നഷ്ടമാകാൻ സാധ്യത. പട്ടൌഡി കുടുംബത്തിന്റെ സ്വത്ത് പൊതുസ്വത്തായി പ്രഖ്യാപിക്കുന്നതിന് എതിരായ ഹർജി തള്ളി. ഇന്ത്യ ഇംഗ്ലണ്ട് ഒന്നാം T20 ടോസ് നേടിയ ഇന്ത്യ ബൌളിംഗ് തിരഞ്ഞെടുത്തു. മത്സരം കൊൽക്കത്തയിൽ. മികച്ച പ്രകടനം തുടരാൻ സഞ്ജു സാംസൺ. 76ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ രാജ്യതലസ്ഥാനത്ത് പുരോഗമിക്കുന്നു. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവ് സുബിയോന്തോയാണ് ഇത്തവണത്തെ മുഖ്യാതിഥി. ഭാരത സൈന്യത്തിനൊപ്പം ഇന്തോനേഷ്യൻ സൈന്യവും പരേഡിൽ പങ്കെടുക്കും. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനമായ നാളെ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾക്ക് തുടക്കമാകും. കർത്തവ്യപഥത്തിൽ നടക്കുന്ന പരേഡ് ഉൾപ്പെടെ ഡൽഹിയിൽ 76ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. രാഷ്ട്രപതി ഭവൻ മുതൽ ഇന്ത്യ ഗേറ്റ് വരെ പരേഡ് വീക്ഷിക്കുന്നതിനുള്ള ഗ്യാലറിയും സുരക്ഷാ സംവിധാനങ്ങളും സജ്ജമായി. സാംസ്കാരിക വൈവിധ്യവും രാജ്യത്തിന്റെ സൈനിക ശക്തിയും പ്രകടമാക്കുന്ന പരേഡിനുള്ള അവസാനവട്ട പരിശീലനവും കർത്തവ്യപഥത്തിൽ തുടരുകയാണ്. 300-ലധികം കലാകാരന്മാർ ചേർന്ന് സംഗീതോപകരണങ്ങൾ വായിച്ചുകൊണ്ടാകും പരേഡിന് തുടക്കം കുറിക്കുക. സൈനിക, അർദ്ധസൈനിക വിഭാഗങ്ങൾ, NCC തുടങ്ങിയവർ പങ്കെടുക്കുന്ന മാർച്ച് പാസ്റ്റിൽ രാഷ്ട്രപതി അഭിവാദ്യം സ്വീകരിക്കും. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവ് സുബിയോന്തോയാണ് മുഖ്യാതിഥി. ഇന്തോനേഷ്യൻ സൈന്യത്തിലെ 350 അംഗ സംഘവും പരേഡിൽ പങ്കെടുക്കും. ഭരണഘടന, സുവർണ ഭാരതം, പാരമ്പര്യവും വികസനവും എന്നീ ആശയങ്ങളുമായി ബന്ധപ്പെട്ട് 31 നിശ്ചല ദൃശ്യങ്ങളും 90 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന പരേഡിൽ അവതരിപ്പിക്കും. ഡയർ ഡെവിൾസ് എന്ന പേരിൽ 20 അടി ഉയരത്തിൽ പിരമിഡ് രൂപത്തിൽ കരസേനയുടെ മോട്ടോർ സൈക്കിൾ റാലി ശ്രദ്ധേയമാകും. കൂടാതെ തദ്ദേശീയമായി വികസിപ്പിച്ച പ്രളയ് മിസൈലിന്റെ പ്രദർശനവും വ്യോമസേനയുടെ അഭ്യാസവും പരേഡിന് മാറ്റേകും. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനമായ നാളെ ആരംഭിക്കുന്ന റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾ 29-ന് വിജയ് ചൌക്കിലെ ബീറ്റിംഗ് റീട്രീറ്റോടെ സമാപിക്കും. റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്കുള്ള ഒരുക്കങ്ങൾക്കൊപ്പം പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങളാണ് രാജ്യതലസ്ഥാനത്ത് ഏർപ്പെടുത്തിയിട്ടുള്ളത്. മനോജ് കുമാറിനൊപ്പം ജിഷ്ണു കൃഷ്ണൻ, ജനം, ഡൽഹി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നുഴഞ്ഞു കയറി ഖലിസ്ഥാൻ മുദ്രാവാക്യം വിളിച്ച് ഗുർപന്ത് സിംഗ് പന്നുൻ. സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്ന ഹാളിലെത്താൻ പന്നുൻ ടിക്കറ്റ് നേടിയിരുന്നു. എല്ലാവരും USA എന്ന മുദ്രാവാക്യം മുഴക്കുമ്പോൾ പന്നുൻ ഖലിസ്ഥാൻ സിന്ദാബാദ് എന്ന മുദ്രാവാക്യമാണ് ഉയർത്തിയത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ താക്കീതുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ചർച്ചകൾ ആരംഭിച്ചിട്ടില്ലെങ്കിൽ കടുത്ത ഉപരോധ നടപടികൾ ഉണ്ടാകുമെന്നാണ് ട്രംപിന്റെ താക്കീത്. യുദ്ധം അവസാനിപ്പിച്ച് സമാധാനം ആഗ്രഹിക്കുന്നതായി വൊളോഡിമിർ സെലൻസ്കി അറിയിച്ചിരുന്നതായും ട്രംപ് പറഞ്ഞു. മൂന്നാം ലോക മഹായുദ്ധം ഒഴിവാക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്ന ട്രംപിന്റെ നിലപാടിനെ കഴിഞ്ഞ ദിവസം പുടിൻ സ്വാഗതം ചെയ്തിരുന്നു.
യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ഇടപെടൽ ഉണ്ടാകുമെന്ന് വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ട്രംപ് നിലപാടറിയിക്കുന്നത്. യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ റഷ്യ ഉടൻ ആരംഭിച്ചില്ലെങ്കിൽ കടുത്ത ഉപരോധങ്ങൾ നേരിടേണ്ടി വരും. അടിയന്തരമായി വിഷയങ്ങൾ പരിഹരിക്കണം. മാത്രമല്ല, പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ഉടൻ നടത്തണമെന്ന് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനോടും ഡൊണാൾഡ് ട്രംപ് ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ ശക്തമായ നടപടി അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകും. മൂന്നാം ലോക മഹായുദ്ധം സംഭവിക്കാതിരിക്കാൻ ശ്രമിക്കുമെന്ന ട്രംപിന്റെ വാക്കുകൾ പ്രതീക്ഷ ഉണർത്തുന്നു എന്നാണ് പുടിൻ നേരത്തെ പ്രതികരിച്ചിരുന്നത്. മാത്രമല്ല, യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ചർച്ചകൾ ആരംഭിക്കുമെന്നും വ്ളാഡിമിർ പുടിൻ അറിയിച്ചിരുന്നു. They have always been ready to maintain peaceful relationship with any American administration. I have said that many times. We would like to see the dialogue built upon equality and mutual respect, considering the common positions on our country on a number of international issues, including strengthening security and political stability. We're also open for dialogue with the new US administration on the Ukrainian conflict. യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറെന്ന നിലപാട് യുക്രൈൻ പ്രസിഡന്റും അറിയിച്ചതായി ട്രംപ് പറഞ്ഞിരുന്നു. അധികാരമേൽക്കുന്നതിന് മുൻപ് ഹമാസ് ഇസ്രയേൽ വിഷയം പരിഹരിക്കണമെന്ന് ട്രംപ് അന്ത്യശാസനം നൽകിയതിനെ തുടർന്നാണ് പ്രശ്നത്തിൽ സമാധാന സാധ്യതകൾ തെളിഞ്ഞത്. സമാനമായ ഇടപെടൽ യുക്രൈൻ വിഷയത്തിലും ഉണ്ടാകുന്നത് പ്രതീക്ഷയോടെ ലോകം കാത്തിരിക്കുകയുമാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. മഹാരാഷ്ട്രയിലെ ജൽഗാവ് ജില്ലയിൽ ട്രെയിനിടിച്ച് 8 മരണം. ട്രെയിനിൽ തീപിടുത്തമുണ്ടായതായി സംശയിച്ചു യാത്രക്കാർ കോച്ചിന് പുറത്തിറങ്ങിയപ്പോഴാണ് അപകടം. പുഷ്പക് എക്സ്പ്രസിലെ യാത്രക്കാർ ട്രാക്കിൽ നിൽക്കവേ കർണാടക എക്സ്പ്രസ് ട്രെയിൻ ഇടിക്കുകയായിരുന്നു. എസ് നന്ദഗോപൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. നന്ദൻ, 8 പേരാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള? ഇന്ന് വൈകുന്നേരമാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായത്. ജൽഗാവ് ജില്ലയിലെ പച്ചോറ റെയിൽവേ സ്റ്റേഷനിലാണ് ഈ സംഭവം നടക്കുന്നത്. ട്രെയിനിൽ തീപിടിച്ചു എന്നുള്ള ഒരു വ്യാജ പ്രചരണം ഉണ്ടാകുകയും ഈ ട്രെയിനിൽ സഞ്ചരിച്ചിരുന്നവർ, അതായത് ഈ പുഷ്പക് എക്സ്പ്രസിൽ സഞ്ചരിച്ചിരുന്ന യാത്രക്കാർ ട്രെയിനിന്റെ അപായ ചങ്ങല വലിച്ച് ട്രെയിൻ നിർത്തുകയുമായിരുന്നു. തുടർന്ന് പരിഭ്രാന്തരായ ജനം പുറത്തേക്ക് എടുത്തു ചാടിയപ്പോൾ എതിർ ട്രാക്കിലൂടെ ഈ കർണാടക എക്സ്പ്രസ് കടന്നു പോവുകയായിരുന്നു. അങ്ങനെയാണ് ഈ കർണാടക എക്സ്പ്രസ് ഈ യാത്രക്കാരുടെ കോച്ചിൽ നിന്നും പുറത്തിറങ്ങിയ യാത്രക്കാരെ ഇടിക്കുന്ന സാഹചര്യം ഉണ്ടായത്. 8 പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഏതാനും ചില ആൾക്കാർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. ഒരുപക്ഷെ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളതാണ് റെയിൽവേ വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഏതായാലും ഈ സംബന്ധിച്ചുള്ള അന്വേഷണത്തിന് റെയിൽവേ ഉത്തരവിട്ടിട്ടുണ്ട്. മാത്രമല്ല, ഈ കോച്ചിന് തീപിടിച്ചു എന്നുള്ളത് ഒരു തെറ്റായ പ്രചരണമായിരുന്നു എന്നുള്ളതും കണ്ടെത്തിയിട്ടുണ്ട്. എന്താണ് ഇതിന് പിന്നിൽ ഉള്ള സംഭവങ്ങളെന്ന് അറിയാൻ വേണ്ടി റെയിൽവേ പ്രത്യേക അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ദേവിക, ഈ മരിച്ചവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അറിയാൻ സാധിക്കുന്നുണ്ടോ? നിലവിൽ ഇതുവരെയായിട്ടും മരണപ്പെട്ടവർ ആരാണ് എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിക്കുകയാണ്. നിലവിൽ ഈ മരിച്ചവരുടെ മൃതദേഹങ്ങൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പോലീസ് തുടർ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. ഇവരെ തിരിച്ചറിയാൻ വേണ്ടിയുള്ള നടപടികൾ, അതായത് റെയിൽവേയുടെ റിസർവേഷൻ ചാർട്ടും മറ്റും പരിശോധിച്ചു വരികയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറി സാധ്യതകളോ മറ്റോ ഉണ്ടോ എന്നുള്ള വിവരവും RPF അടക്കം അന്വേഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ട്രെയിനിന് പിടിച്ചിട്ടില്ലായിരുന്നു, അല്ലെങ്കിൽ അത്തരമൊരു അഗ്നിബാധ ഉണ്ടാകാത്ത ഒരു സാഹചര്യത്തിൽ ഈ തീ പിടിച്ചു എന്നുള്ള വ്യാജ പ്രചരണം എങ്ങനെ ഉണ്ടായി എന്നുള്ള കാര്യമാണ് പ്രധാനമായും RPF അടക്കം അന്വേഷിക്കുന്നത്. മാത്രമല്ല, അപായ ചങ്ങല പിടിച്ച് ഈ ട്രെയിൻ നിർത്തിയത് ആരാണ് എന്നടക്കം ഇനിയും അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും അങ്ങനെ അപായ ചങ്ങല പിടിച്ച് ട്രെയിൻ നിർത്തിയതും ഇത്തരമൊരു വ്യാജ പ്രചരണവുമാണ് ഈ അപകടത്തിന് പിന്നിലേക്ക്, അല്ലെങ്കിൽ അപകടത്തിലേക്ക് നയിച്ചത്. പെട്ടെന്ന് യാത്രക്കാർ ഈ ട്രാക്കിലേക്ക് എടുത്തു ചാടുകയായിരുന്നു. അതായത് ഈ ട്രെയിൻ പൂർണ്ണമായും നിർത്തുന്നതിന് മുമ്പ് പരിഭ്രാന്തരായി കോച്ചിനുള്ളിലുള്ള ജനങ്ങൾ പെട്ടെന്ന് തന്നെ ഈ എതിർ ട്രാക്കിലേക്ക് എടുത്തു ചാടുകയായിരുന്നു. ഈ സമയമാണ് കർണാടക എക്സ്പ്രസ് ഇതുവഴി കടന്നുപോയിരുന്നത്. ഒരു നിമിഷം പോലും, അതായത് അധികം സമയം ഈ യാത്രക്കാർക്ക് ഈ ട്രെയിൻ വരുന്നത് കണ്ട് ട്രാക്കിൽ നിന്ന് മാറുവാനുള്ള സമയം പോലും ലഭിച്ചില്ല. തക്ഷണം തന്നെ ഈ കർണാടക എക്സ്പ്രസ് ഈ യാത്രക്കാരുടെ ദേഹത്തേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. തുടർന്ന് ഈ അല്പദൂരം സഞ്ചരിച്ചാണ് ഈ കർണാടക എക്സ്പ്രസ് നിർത്താൻ സാധിച്ചത്. ഏതായാലും ഈ സംബന്ധിച്ചുള്ള റെയിൽവേ പ്രത്യേക അന്വേഷണവും മറ്റും ആരംഭിച്ചിട്ടുണ്ട്. ദേവിക, ശരി, ദുഃഖകരമായ വാർത്തയാണ് മഹാരാഷ്ട്രയിൽ നിന്ന് ഈ മണിക്കൂറിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ നടന്നിട്ട് ഇന്നേക്ക് 1 വർഷം. 2024 ജനുവരി 22-നായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി യജമാന സ്ഥാനത്ത് നിന്നുകൊണ്ട് രാമജന്മഭൂമിയിൽ രാംലല്ലയെ കുടിയിരുത്തിയത്. പ്രാണപ്രതിഷ്ഠയുടെ ആചാരപരമായ 1-ാം വാർഷികം ഈ മാസം 10 മുതൽ 3 ദിവസം അയോധ്യയിൽ ആഘോഷിച്ചിരുന്നു. അന്ന് രാംലല്ലയുടെ വിഗ്രഹത്തിൽ പ്രത്യേക അഭിഷേകവും ആരതിയും പൂജകളും നടന്നു.
ഉത്തർപ്രദേശ് മന്ത്രിസഭയുടെ പ്രത്യേക യോഗം മഹാകുംഭ നഗരിയിൽ ചേർന്നു. സംസ്ഥാനത്തിന്റെ വികസനത്തിനായി നിരവധി പദ്ധതികളാണ് യോഗശേഷം പ്രഖ്യാപിച്ചത്. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അടക്കം മന്ത്രിസഭാംഗങ്ങൾ ത്രിവേണി തീർത്ഥത്തിൽ സ്നാനവും നിർവഹിച്ചു. മുഴുവൻ ക്യാബിനറ്റ് അംഗങ്ങളെയും ഉൾപ്പെടുത്തി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ അധ്യക്ഷതയിൽ മഹാകുംഭനഗരിയിലാണ് ഇത്തവണ പ്രത്യേക മന്ത്രിസഭ സമ്മേളിച്ചത്. ഹത്രാസ്, കാസ്ഗഞ്ച്, ബാഗ്പത് എന്നിവിടങ്ങളിൽ മെഡിക്കൽ കോളേജുകൾ സ്ഥാപിക്കുന്നതിനും സംസ്ഥാനത്തുടനീളം 62 വ്യാവസായിക പരിശീലന കേന്ദ്രങ്ങൾ തുടങ്ങുന്നതിനും മന്ത്രിസഭ തീരുമാനിച്ചു. പ്രയാഗ്രാജ് മേഖലയ്ക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങളുടെ സുസ്ഥിര വികസനം ലക്ഷ്യം വെച്ച് ഗംഗ എക്സ്പ്രസ് വേയുടെ വിപുലീകരണമടക്കം തീരുമാനിച്ചതായി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞു. चित्रकूट और प्रयागराज के गंगा एक्सप्रेसवे को जोड़ने के लिए बुंदेलखंड एक्सप्रेसवे को गंगा एक्सप्रेसवे के साथ यहां पर भी जोड़ने की एक कार्रवाई को आगे बढ़ाना, जो चित्रकूट की दूरी को प्रयागराज के साथ जोड़ सके और रीवा हाईवे जो नेशनल हाईवे है, इस हाईवे को भी एक सुविधा इस एक्सप्रेसवे के साथ, गंगा एक्सप्रेसवे के साथ या फिर बुंदेलखंड एक्सप्रेसवे के साथ जोड़ने का एक अवसर प्राप्त होगा. ഗംഗ, യമുന, സരസ്വതി ത്രിവേണി സംഗമത്തിൽ മന്ത്രിസഭാ അംഗങ്ങൾ ഒന്നിച്ചാണ് സ്നാനം നടത്തിയത്. ഉത്തർപ്രദേശ് പോലീസ് മേധാവിയും ഇന്ന് ത്രിവേണി സംഗമത്തിൽ സ്നാനം നടത്തിയിരുന്നു. മഹാകുംഭമേള 10 ദിവസങ്ങൾ പിന്നിടുമ്പോൾ 10 കോടിയോളം ഭക്തരാണ് തീർത്ഥാടനത്തിൽ പങ്കെടുത്തത്. ജനം, പ്രയാഗ്രാജ്. സംഘപരിവാർ സംഘടനയായ സക്ഷമയും രാജ്യത്തെ പ്രശസ്ത കണ്ണാശുപത്രികളുമായി സഹകരിച്ച് മഹാകുംഭ നഗരിയിൽ നേത്ര പരിശോധന ക്യാമ്പ് ആരംഭിച്ചു. നേത്രകുംഭ് എന്ന പേരിലുള്ള ക്യാമ്പിലെത്തുന്ന രോഗികൾക്ക് പരിശോധനയും മരുന്നുകളും കണ്ണടയും സൗജന്യമാണ്. തിമിര ശസ്ത്രക്രിയ ആവശ്യമുള്ള രോഗികൾക്ക് രാജ്യത്തെ വിവിധ ആശുപത്രികളിൽ സൗജന്യമായി അതിനുള്ള അവസരമൊരുക്കും. ഭിന്നശേഷിക്കാരുടെ ജീവിത സാഹചര്യങ്ങളിൽ ഗുണപരമായ മാറ്റങ്ങൾ കൊണ്ടുവരാനാകും വിധം പഠന ഗവേഷണ പ്രവർത്തനങ്ങൾക്ക് രാജ്യവ്യാപകമായി നേതൃത്വം നൽകുന്ന സംഘപരിവാർ സംഘടനയാണ് സക്ഷമ. രാജ്യത്തെ വിവിധ കണ്ണാശുപത്രികളുമായി സഹകരിച്ച് മഹാകുംഭ നഗരിയിൽ സക്ഷമ നേത്രരോഗ നിർണയ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. 10 ഏക്കറിൽ പരന്നുകിടക്കുന്ന ക്യാമ്പിൽ നേത്ര പരിശോധന നടത്തും. കണ്ണട ആവശ്യമുള്ളവർക്ക് മിനിറ്റുകൾക്കുള്ളിൽ സൗജന്യമായി നൽകും. മരുന്നുകളും സൗജന്യമാണ്. തിമിര ശസ്ത്രക്രിയ വേണ്ട രോഗികൾക്ക് സക്ഷമയുമായി സഹകരിക്കുന്ന ആശുപത്രി തെരഞ്ഞെടുത്ത് സൗജന്യമായി ചെയ്യാം. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള നേത്രരോഗ വിദഗ്ധരും പാരാമെഡിക്കൽ ജീവനക്കാരും നേത്രകുംഭിൽ തീർത്ഥാടകർക്ക് സേവനം നൽകി വരുന്നു. Netrakumbh is a biggest eye camp ever in the world. We are trying to screen more than 5 lakhs pilgrims and distribute more than 3 lakh spectacles, depends on the need. Also, we are trying to cater 50,000 cataract surgeries out of this 5 lakhs people. So the concept evolved from 2019 Kumbh Mela, where we could screen around 2 lakhs people and distribute 1.6 lakh spectacles. Kumbh Mela is a spiritual, socio-cultural event of Bharat. So we are expecting around 40 crore people to visit Mahakumbh. Many downtrodden people and who could never had a chance to screen themselves are visiting us. ദിവസവും 6000-ലധികം കണ്ണടകൾ സൗജന്യമായി നൽകും. 50 ദിവസം കൊണ്ട് 3 ലക്ഷം കണ്ണടകൾ വരെ സൗജന്യമായി വിതരണം ചെയ്യാൻ സക്ഷമ ഒരുക്കമാണ്. സ്വകാര്യ കമ്പനിയുമായി സഹകരിച്ച് കണ്ണട നിർമ്മാണ ലാബ് തന്നെ ക്യാമ്പിൽ പ്രവർത്തിക്കുന്നുണ്ട്. So we have been entrusted with this responsibility of delivering the spectacles, which is one of the product which is given free to the screen people who need refractive error corrections in this Netrakumbh 2025. The objective, the target set for us for about 3 lakh spectacles to be delivered in 50 days, and which goes into 8 hours a day. If you go by 8 hours a day, per minute 13 spectacles to be delivered. So we have come prepared for that. ക്യാമ്പിലെ രജിസ്ട്രേഷൻ മുതൽ കണ്ണട വിതരണത്തിനും മരുന്ന് കുറിച്ച് നൽകുന്നതിനുമടക്കം കമ്പ്യൂട്ടറിന്റെ സഹായം. ഒപ്ട്രോമെട്രി ടെക്നീഷ്യൻ കണ്ണ് പരിശോധിച്ച് കമ്പ്യൂട്ടറിൽ രേഖപ്പെടുത്തിയാൽ അതേസമയം ലാബിൽ ആവശ്യമായ കണ്ണട നിർമ്മാണം ആരംഭിക്കും. ആധുനിക സാങ്കേതിക വിദ്യ കൂടി പ്രയോജനപ്പെടുത്തിയതിനാൽ എവിടെയും സമയനഷ്ടമില്ല.
which means once the optician has recorded, optometrist rather, has recorded the relevant data, that data directly goes into the optical room where the spectacles will be manufactured in real time. നേത്രകുംഭിലെത്തുന്ന ഭക്തർക്ക് നേത്രദാനത്തിന് സമ്മതപത്രവും നൽകാം. കഴിഞ്ഞ കുംഭമേളയിൽ നടന്ന നേത്രകുംഭ് ലിംക ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ ഇടം പിടിച്ചു. 2025 മഹാകുംഭമേള അവസാനിക്കുന്നതോടെ നേത്രകുംഭ് ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിലും ഉൾപ്പെടും. ജനം, പ്രയാഗ്രാജ്. 15,000 കോടി രൂപയുടെ കുടുംബസ്വത്തുക്കൾ സെയ്ഫ് അലി ഖാന് നഷ്ടമായേക്കും. പട്ടൌഡി കുടുംബത്തിന്റെ സ്വത്ത് പൊതുസ്വത്തായി പ്രഖ്യാപിക്കുന്നതിനെതിരെ സെയ്ഫ് നൽകിയ ഹർജി മധ്യപ്രദേശ് ഹൈക്കോടതി തള്ളിയിരുന്നു. ഇതോടെ ചരിത്ര പ്രാധാന്യമുള്ള ഭൂമിയും കെട്ടിടവും സർക്കാർ ഏറ്റെടുത്തേക്കും. ഭോപ്പാലിലുള്ള പട്ടോടി കുടുംബത്തിന്റെ സ്വത്തുക്കൾ എനിമി പ്രോപ്പർട്ടിയായി പ്രഖ്യാപിച്ച മധ്യപ്രദേശ് സർക്കാരിന്റെ ഉത്തരവിനെതിരെ സെയ്ഫ് അലി ഖാൻ നൽകിയ ഹർജിയാണ് ഹൈക്കോടതി തള്ളിയത്. കഴിഞ്ഞ ഡിസംബർ 13 ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് പട്ടോടി കുടുംബത്തോട് 30 ദിവസത്തിനുള്ളിൽ അപ്പീൽ അതോറിറ്റിക്ക് മുമ്പാകെ വിശദീകരണം നൽകാൻ ആവശ്യപ്പെട്ടു. ഇതിനെ കുടുംബം ഇതുവരെ തയ്യാറായിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ. ഭോപ്പാലിലെ അവസാന നവാബിന്റെ സ്വത്തുകൾ 1968 എനിമി പ്രോപ്പർട്ടി നിയമപ്രകാരം ഏറ്റെടുക്കുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. വിഭജന കാലത്ത് പാകിസ്ഥാനിലേക്ക് കുടിയേറി അവിടെ പൗരത്വം നേടിയവരുടെ ഭാരതത്തിലെ സ്വത്തുക്കൾ എനിമി പ്രോപ്പർട്ടി നിയമത്തിന് കീഴിലാണ്. ഭോപ്പാലിലെ അവസാന നവാബായിരുന്ന ഹമീദുള്ള ഖാന്റെ ചെറുമകനാണ് സെയ്ഫ് അലി ഖാൻ. ഭോപ്പാൽ നവാബായിരുന്ന ഹമീദുള്ള ഖാന്റെ മകൾ ആബിദ സുൽത്താൻ പാകിസ്ഥാനിലേക്ക് കുടിയേറി. ഇതോടെയാണ് പട്ടോടി കുടുംബത്തിന്റെ സ്വത്ത് എനിമി പ്രോപ്പർട്ടി ആയത്. ഭോപ്പാലിൽ കൊഹേഫിസ മുതൽ ചിക്ലോദ് വരെ നീണ്ടുകിടക്കുന്നതാണ് ചരിത്ര പ്രാധാന്യമുള്ള ഈ വസ്തുവകകൾ. നാഷണൽ ഡെസ്ക്, ജനം. ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് 10% അധിക നികുതി ചുമത്താനൊരുങ്ങി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. താരിഫുകൾ അടുത്ത മാസം മുതൽ നടപ്പാക്കുമെന്ന് ട്രംപ് അറിയിച്ചു. കാനഡ, മെക്സിക്കോ എന്നീ രാജ്യങ്ങൾക്കും 25% താരിഫ് ചുമത്തുമെന്ന് ട്രംപ് അറിയിച്ചിരുന്നു. മെക്സിക്കോ, കാനഡ തുടങ്ങിയ രാജ്യങ്ങൾക്ക് താരിഫ് ഏർപ്പെടുത്തുമെന്ന് തെരഞ്ഞെടുപ്പ് വേളയിൽ ട്രംപ് നിലപാടെടുത്തിരുന്നു. 25% അധിക നികുതിയായിരിക്കും ഇവിടെ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് ചുമത്തുക. മെക്സിക്കോയിൽ നിന്ന് വൻതോതിലുണ്ടാകുന്ന അനധികൃത കുടിയേറ്റവും മയക്കുമരുന്ന് കടത്തും നിയന്ത്രിക്കുക എന്ന ലക്ഷ്യവും താരിഫ് ചുമത്തുന്നതിൽ പ്രധാനമാണ്. കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും 25% നികുതി ചുമത്തുന്നത് ഫെബ്രുവരിയിൽ നടപ്പാക്കാനാണ് ആലോചന. ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് 10% നികുതിയും ഫെബ്രുവരിയിൽ ഏർപ്പെടുത്തും. ചൈന തങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ ഡംപിംഗ് യാർഡായി അമേരിക്കയെ പ്രയോജനപ്പെടുത്തുന്നുവെന്ന ആരോപണം നേരത്തെ തന്നെ ട്രംപ് ഉന്നയിച്ചിരുന്നു. ഇക്കാര്യം നിയന്ത്രിക്കുന്നതിന് കൂടിയാണ് നടപടികളുമായി മുന്നോട്ടു പോകുന്നത്. ആഭ്യന്തര ഉത്പാദന വർധനവും വിലക്കയറ്റ നിയന്ത്രണവും നടപടികളിലൂടെ ട്രംപ് ലക്ഷ്യം വയ്ക്കുന്നുമുണ്ട്. താരിഫ് ഏർപ്പെടുത്തുക എന്നതിലുപരി രാജ്യത്തിന്റെ സാമ്പത്തിക രംഗം ശാക്തീകരിക്കുക കൂടിയാണ് ട്രംപിന്റെ അന്തിമ ലക്ഷ്യം. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. രാജ്യത്ത് കൂടുതൽ സൈനിക സ്കൂളുകൾ ആരംഭിക്കുമെന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. വിദ്യാർത്ഥികളും യുവാക്കളും രാജ്യത്തിന്റെ വികസനത്തിൽ പങ്കാളികളാകണമെന്നും കേന്ദ്ര പ്രതിരോധ മന്ത്രി പറഞ്ഞു. മാവേലിക്കരയിൽ വിദ്യാധിരാജ വിദ്യാപീഠം സൈനിക സ്കൂളിന്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാധിരാജ എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് സെക്രട്ടറി വി അനിൽകുമാർ, പ്രാന്ത് സംഘചാലക് പ്രൊഫസർ എം രമേശൻ, ഭാരതീയ വിദ്യാനികേതൻ പ്രസിഡന്റ് ഗോപാലൻകുട്ടി മാസ്റ്റർ, BJP നേതാവ് PK കൃഷ്ണദാസ്, വിദ്യാധിരാജ വിദ്യാപീഠം സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ B സന്തോഷ് തുടങ്ങിയവർ പങ്കെടുത്തു. H-1B വിസ ചർച്ചയിൽ നിർണായക നിലപാടുമായി ട്രംപ്. മികച്ച പ്രൊഫഷണലുകളെ അമേരിക്കയ്ക്ക് ആവശ്യമുണ്ട്. IT മേഖലയിലെ വിദഗ്ധരുമായി നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ട്രംപ് നിലപാട് വ്യക്തമാക്കിയത്. ഇലോൺ മസ്ക് ഉൾപ്പെടെയുള്ളവർ H-1B വിസ അനുകൂല നിലപാട് നേരത്തെ തുറന്നു പറഞ്ഞിരുന്നു. പ്രൊഫഷണലുകൾക്ക് അമേരിക്കയിൽ ജോലി ചെയ്യുന്നതിനുള്ള വിസയാണ് H-1B. ഇത്തരം വിസകൾ അനുവദിക്കുന്നത് രാജ്യപുരോഗതിയുടെ അടിസ്ഥാന ആവശ്യമെന്ന് നേരത്തെ ഇലോൺ മസ്ക് ഉൾപ്പെടെയുള്ളവർ ഉന്നയിച്ചിരുന്നു. IT വിദഗ്ധരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം H-1B വിസ അനുവദിക്കുന്നതിനെ അനുകൂല നിലപാടാണ് ട്രംപ് സ്വീകരിച്ചത്. I also like very competent people coming into our country, even if that involves them training and helping other people that may not have the qualifications they do. But I don't want to stop. And I'm not just talking about engineers. I'm talking about people at all levels. We want competent people coming into our country. And HB1, I know the program very well. I use the program. Maitre d's, wine, experts, even waiters, high quality waiters.
you got to get the best people. Now then you go into people like Larry, and he needs engineers, and Massa needs, and this gentleman needs engineers like nobody's ever needed engineers, right? So we have to have the quality people coming in now. കുടിയേറ്റ നിയമങ്ങൾ കർക്കശമാക്കുന്നത് H-1B വിസയെ ബാധിക്കുമെന്ന ആശങ്ക നിലനിന്നിരുന്നു. എന്നാൽ മികച്ച പ്രൊഫഷണലുകളെ ആവശ്യമുണ്ടെന്ന നിലപാടാണ് ഇക്കാര്യത്തിൽ ട്രംപ് സ്വീകരിച്ചിരിക്കുന്നത്. യുഎസിലെ വിവിധ രംഗങ്ങളിൽ സംരംഭകരും വിസ നൽകുന്നതിന് അനുകൂല നിലപാടാണ് ഇതുവരെ സ്വീകരിച്ചിട്ടുള്ളത്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. അമേരിക്കൻ സേനയുടെ അഫ്ഗാനിസ്ഥാനിലുള്ള ആയുധശേഖരം തിരിച്ചേൽപ്പിക്കണമെന്ന് ട്രംപിന്റെ ആവശ്യം അംഗീകരിക്കില്ലെന്ന പിടിവാശിയുമായി താലിബാൻ. 2021 അമേരിക്കൻ സൈന്യം അഫ്ഗാനിസ്ഥാനിൽ നിന്ന് മടങ്ങിയിരുന്നു. അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ അഫ്ഗാനിസ്ഥാനിലുണ്ട്. സൈനിക സന്നാഹങ്ങൾ തിരിച്ചു നൽകില്ലെന്ന നിലപാട് അഫ്ഗാനെതിരെ കടുത്ത നടപടിയിലേക്ക് നീങ്ങാൻ അമേരിക്കയെ പ്രേരിപ്പിച്ചേക്കുമെന്നും സൂചന. അമേരിക്കൻ സൈന്യം അഫ്ഗാനിസ്ഥാൻ വിട്ടുപോയപ്പോൾ വൻതോതിലുള്ള സൈനിക ശേഖരം രാജ്യത്തുണ്ടായിരുന്നു. യുദ്ധ സാഹചര്യങ്ങളിൽ ഉപയോഗിക്കുന്ന വിമാനങ്ങൾ വരെ ഇക്കൂട്ടത്തിലുണ്ട്. ഇവ തിരിച്ചു നൽകണമെന്ന ആവശ്യമാണ് ട്രംപ് മുന്നോട്ട് വെച്ചത്. എന്നാൽ തങ്ങളുടെ രാജ്യം ഭീഷണി നേരിടുകയാണെന്നും കൂടുതൽ ആയുധങ്ങൾ തങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുമാണ് താലിബാൻ നിലപാട്. ഖൊറാസാൻ, IS, മറ്റു ഇസ്ലാമിക സംഘടനകൾ എന്നിവയെ നേരിടാൻ ആയുധം വേണമെന്ന ആവശ്യമാണ് താലിബാൻ മുന്നോട്ട് വയ്ക്കുന്നത്. കൂടുതൽ ആധുനിക ആയുധങ്ങൾ വേണമെന്നും ആവശ്യമുന്നയിക്കുന്നുണ്ട്. ട്രംപിന്റെ നിർദ്ദേശം ലംഘിക്കുന്നത് പ്രത്യാഘാതങ്ങൾ വിളിച്ചു വരുത്തുമെന്നത് താലിബാനെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള ദിവസങ്ങളിൽ വെല്ലുവിളി തന്നെയായിരിക്കും. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. കൽക്കത്ത ആർജിക്കർ ആശുപത്രിയിൽ യുവ ഡോക്ടർ ബലാത്സംഗത്തിന് വിധേയയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ വിചാരണ കോടതി വിധിക്കെതിരെ പശ്ചിമ ബംഗാൾ സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി. എന്നാൽ തങ്ങൾ അന്വേഷിച്ച കേസിൽ സംസ്ഥാനത്തിന് അപ്പീൽ നൽകാനാകില്ലെന്ന് CBIയും കോടതിയെ അറിയിച്ചു. വിചാരണ കോടതി വിധിക്കെതിരെ പ്രോസിക്യൂഷൻ അപ്പീൽ നൽകുമെന്നും CBI അറിയിച്ചു. സംസ്ഥാന സർക്കാരിന്റെ അപ്പീൽ നിലനിൽക്കുമോ എന്നതിൽ തിങ്കളാഴ്ച തുടർവാദം കൊൽക്കത്ത ഹൈക്കോടതിയിൽ വാദം കേൾക്കും. രാജ്യം രാജ്യാന്തരം പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ജനം ഡിബേറ്റ് കാണാം. നമസ്തേ.